നിലവിൽ അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനിലേക്കും അല്ലെങ്കിൽ PS പ്രശാന്തിലേക്കുമൊക്കെ എത്തുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പൊതുവായുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ അടിത്തട്ടിൽ ഉള്ളവർ കരുതുന്ന സാഹചര്യമുണ്ട്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കും അങ്ങനെ നിലപാടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത്തരത്തിൽ പല കാരണങ്ങളിൽ ഒന്ന് അതായേക്കാം എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷെ പാർട്ടി ഇപ്പോഴും അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ കാരണം എന്ത് എന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി മുൻനിർത്തി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ഇതുവരെയും അറസ്റ്റിലായിട്ടുള്ളവർ, അതായത് പത്മകുമാർ ഉൾപ്പെടെ N വാസു ഉൾപ്പെടെ ഉള്ളവർ അറസ്റ്റിലാകുമ്പോൾ അവർ പാർട്ടിയുടെ മുഖങ്ങൾ തന്നെയായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അവിടെ ഇതാ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. അദ്ദേഹം സംസ്ഥാന സമിതി അംഗം കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. PS പ്രശാന്തും ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇതുമായി ഏതെങ്കിലും തരത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പങ്കുള്ളതായ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ, അതിലൊന്നും നമുക്ക് ഇപ്പോൾ വ്യക്തതയില്ല എങ്കിൽ പോലും പാർട്ടി അങ്ങേയറ്റം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരണമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. അതിൽ തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം തന്നെ, അതായത് ശബരിമലയിലേക്ക് പോറ്റിയെ കയറ്റിയെന്നും അങ്ങനെ സ്വർണം ചെമ്പായി മാറിയെന്നുമൊക്കെയുള്ള പാരഡി ഗാനങ്ങൾ പോലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ ഗൃഹസന്ദർശനത്തിലൂടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം പ്രതിരോധം തീർക്കുക എന്ന ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിരോധം തീർക്കുമ്പോഴടക്കം ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ സംശയങ്ങൾ മന്ത്രിയിലേക്ക്, മുൻ മന്ത്രിയിലേക്ക്, ബോർഡ് പ്രസിഡന്റിലേക്ക് എത്തുന്നു എന്നത് തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് ഘടകകക്ഷികളുടെ, അതായത് ഈ നേതാക്കൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കാതെ ഇപ്പോഴും ഇവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. N വാസുവിൻ്റെ കാര്യത്തിലും പത്മകുമാറിൻ്റെ കാര്യത്തിലുമൊക്കെ പാർട്ടി കൃത്യമായി സംരക്ഷണം ഒരുക്കുകയാണ്. അപ്പോൾ അവർക്ക് നേരെ ഒരു നടപടി എടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക്, ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ അതൃപ്തി ആണ് ഉള്ളത്. ഇപ്പോഴും CPI-യുടെ നിലപാടുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജനവികാരം അങ്ങേയറ്റം എതിരായി മാറിയ പശ്ചാത്തലം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുത്തപ്പെടേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് CPI അടക്കം വിലയിരുത്തുന്ന പശ്ചാത്തലം, ശബരിമല തിരിച്ചടിയായി എന്ന് CPI അടക്കം വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് കൂടുതൽ അന്വേഷണം എത്തുന്ന പശ്ചാത്തലം, അവിടെ അവരെ സംരക്ഷിക്കുന്ന നിലപാട്, ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ശബരിമലയാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിയിരുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ വിഷയം തന്നെ ആവർത്തിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരുപക്ഷെ ആ പ്രതിപക്ഷത്തിന് കൂടുതൽ ഇന്ധനം ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുവരെയും ഉന്നതരിലേക്ക് എത്തിയിരുന്നോ എന്ന ചോദ്യത്തിന് ആ ഉന്നതരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പത്മകുമാറും അല്ലെങ്കിൽ N വാസുവും എന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് മുൻ മന്ത്രിയിലേക്ക് ആണ്, സംസ്ഥാന സമിതി അംഗത്തിലേക്കാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കാണ്. മാത്രവുമല്ല, ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെ തുടരുക എന്ന സാഹചര്യത്തിൽ നിന്ന് അവിടെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലപ്പെടുത്തേണ്ടിയും വന്നത് എന്നതുകൂടിയാണ്. ഈ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ചോദ്യം ചെയ്യൽ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ കൂടി പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ആയിരുന്നു ഈ എതിർ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിൽ മറുപ്രചാരണം എടുക്കേണ്ടതുണ്ട് എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രത്യേകതയായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം പ്രതിരോധങ്ങളെല്ലാം തകരുന്ന ഒരു സാഹചര്യമാണോ സൃഷ്ടിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം പാർട്ടിക്കത് വലിയ തലവേദന സൃഷ്ടിക്കുമോ? ഞാൻ ഡാനിലേക്ക് തന്നെയാണ് പോകുന്നത്. നേരത്തെ അന്വേഷണ സംഘത്തിൻ്റെ പ്രതിസന്ധികൾ, അന്വേഷണ സംഘം നേരിടുന്ന സമ്മർദ്ദം, അതാണ് ചർച്ച ചെയ്തത് എങ്കിൽ ഇപ്പോൾ CPI-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധം അത് തകരുന്ന ഒരു സാഹചര്യമാണോ? പാർട്ടി കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന സാഹചര്യമുണ്ടോ? മുന്നണിക്കകത്ത് തന്നെ അസ്വാരസ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന പശ്ചാത്തലമാണോ ഉള്ളത്?
അഭിലാഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു അഭിമാന പോരാട്ടത്തിന്, അതായത് ഒരു മൂന്നാം തവണയും തുടർഭരണം ലഭിക്കുമോ എന്ന വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായ തിരിച്ചടി, സമാനതകളില്ലാത്ത തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് ആ പ്രതിസന്ധികളെ മറികടന്ന് വരുന്ന 3 മാസത്തിനകം നടക്കാൻ പോകുമെന്ന് കരുതുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി സജ്ജമാകുന്നതിനിടയിലാണ് ഈ അന്വേഷണം ഒരു നിർണായകമായ ദിശയിലേക്ക് കടക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ കൃത്യമായി ചില രാഷ്ട്രീയമായ ഇടപെടൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ MLA-യുമായ പത്മകുമാറിനുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് SIT പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തന്നെ കൃത്യമായ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിരുന്നു. ചില തെളിവുകളടക്കം അവർക്ക് ലഭിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണ അതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷേ ഈ പത്മകുമാറിനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നു കേട്ട സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പാർട്ടി തലത്തിൽ ഒരു നടപടി ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പേരിനെങ്കിലും അത് പറഞ്ഞു നിൽക്കാൻ ഒരു കാര്യമായി മാറുമായിരുന്നു. പക്ഷേ അതിന് പോലും കഴിയാതിരുന്നിടത്താണ് അവരെ സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണങ്ങളുടെ ആക്കം കൂടിയത്. എന്തായാലും ഇത് ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞു. അത് വസ്തുതയാണ്, നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അത് ഓരോ ദിവസവും ഇങ്ങനെ ചർച്ചകളിലൂടെയും വിലയിരുത്തലിലൂടെയും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം സമാന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് ഡയറി അടക്കം ഈ കേസിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകൾ, മൊഴികൾ, ഇതെല്ലാം ED-ക്ക് കൈമാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന പശ്ചാത്തലം. അവിടെ ED ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെ SIT ചോദ്യമുരയിലേക്ക് കൊണ്ടുവരാതിരിക്കുകയോ SIT-യുടെ അന്വേഷണ പരിധിയിൽ വരാതിരിക്കുകയോ ചെയ്ത ഏതെങ്കിലും ഉന്നതനിലേക്ക് ED നേരിട്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് SIT-യുടെ ഇതുവരെയുള്ള എല്ലാ ശ്രമകരമായ ദൗത്യങ്ങളെയും സംശയകരമായ നിലയിലേക്ക് നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് തിടുക്കത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു വേഗം ഈ അന്വേഷണത്തിൽ ഇപ്പോൾ കൈവന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് ഞങ്ങളുടെ അന്വേഷണം എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് SIT-ക്ക് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘ തലവൻ്റെ തന്നെ ദൗത്യമാണ്, ബാധ്യതയാണ്. അതുകൊണ്ടാണ് മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ഇതിൽ പരമാവധി എത്താൻ കഴിയുന്ന ഉന്നതരിലേക്ക് ചോദ്യം ചെയ്യലിൻ്റെ രൂപത്തിലെങ്കിലും ഇതിനോടകം അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇനി അത് ഏത് ദിശയിലേക്ക് മാറും? ഈ ചോദ്യം ചെയ്യലിന് അപ്പുറത്തേക്ക് സ്വാഭാവികമായി അന്വേഷണം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം വിവാദമാകുന്ന കേസുകളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇഴകേറിയുള്ള പരിശോധനകൾ നടക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള എല്ലാവരിലേക്കും അന്വേഷണം എത്തുകയും ചോദ്യം ചെയ്തൊക്കെ അന്വേഷണത്തിൻ്റെ നടപടികളുടെ ഭാഗമാണ്. ആ നടപടിക്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ കടുത്തൊരു നീക്കം SIT-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. കാരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇതിനോടകം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്ത്, അവിടെ ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് ആരിലേക്കൊക്കെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് SIT-യാണ്. അവിടെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ചടുലമായ നീക്കങ്ങൾ അത് ഏതെങ്കിലും ഒരു അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമോ എന്ന കാര്യത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണോ പ്രചാരണം നടന്നത്, സമാനമായ തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയിലെ വിഷയവും സംസ്ഥാനത്തെ മുഴുവൻ വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള പ്രചാരണം ഇതിനോടകം തന്നെ UDF തുടങ്ങിക്കഴിഞ്ഞു. അത് ഏതൊക്കെ തലങ്ങളിലേക്ക് ഇനി മാറും എന്നതാണ് UDF-ന് മുമ്പിലെ രാഷ്ട്രീയമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തന്ത്രം. 2, അതിൻ്റെ നേട്ടം BJP-ക്ക് പോകാതിരിക്കുക എന്നതും UDF-ന് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ആ വിരുദ്ധ വികാരം, അതായത് ഭരണവിരുദ്ധ വികാരം രണ്ടായി ചിതറുന്ന സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായി അത് LDF-ന് തിരിച്ചുവരവിന് വഴിയൊരുക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ആ ഭരണവിരുദ്ധ വികാരം UDF-ന്റെ കുടക്കീഴിൽ കേന്ദ്രീകരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു വെല്ലുവിളിക്ക് ഏത് തരത്തിൽ UDF പരിഹാരം കാണും എന്നതായിരിക്കും വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. യെസ്, രാഷ്ട്രീയമായി CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്നും, പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം ആ പദ്ധതി അല്ലെങ്കിൽ ആ പരിപാടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ചില വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് പുറത്തു വന്നത് എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ അന്നത്തെ പ്രതികരണം. VN വാസവൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണം. മാധ്യമങ്ങൾ ആണ് ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നുള്ളതായിരുന്നു ആക്ഷേപം. എന്നാൽ അതിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നു
നടന്നപ്പോൾ ആണ് CPM-മായി ചേർന്ന് നിൽക്കുന്ന മുരാരി ബാബുവിനെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളായി മാറിയ പശ്ചാത്തലമുണ്ടാകുന്നു. N. വാസുവിനെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പത്മകുമാർ അറസ്റ്റിലാകുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അത് ഇപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ആണ് എന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം പാർട്ടിക്ക് വിഴുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ പങ്ക് വ്യക്തമായാൽ മാത്രമേ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകൂ എന്നതായിരുന്നു പാർട്ടിയുടെ നിലപാട്. പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇതുമായി ബന്ധപ്പെട്ട ശ്രമം നടക്കും എന്നും പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗത്തെ തന്നെ ചോദ്യം ചെയ്തത് തിരിച്ചടിയാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി മടിക്കുന്നത് കടകംപള്ളി ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വെളിപ്പെടുത്തുമെന്ന പേടി കൊണ്ടാണ് എന്ന് പ്രതിപക്ഷം ആരോപണം ശക്തിപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ ഇനിയിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ കടകംപള്ളിക്കെതിരെയും അത് സ്വീകരിക്കേണ്ടി വരികയില്ലേ എന്ന ആശങ്ക പാർട്ടിയിൽ നിലനിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ഇനിയും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. നേരത്തെ തന്നെ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന ചിത്രം അടക്കം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ പങ്കുവെച്ച ഒരു പശ്ചാത്തലവുമുണ്ട്. എന്തായാലും പോറ്റിയും UDF നേതാക്കളും തമ്മിലുള്ള ബന്ധം, അവരുടെ ചിത്രങ്ങൾ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ CPIM വലിയ തോതിൽ ശ്രമിക്കുന്നതിന് ഇടയിൽ ആണ് ഇപ്പോൾ CPM-ന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക്, ഒപ്പം മുൻ മന്ത്രിമാരിലേക്ക് അടക്കം അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്.